ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ശ്രീകുമാർ. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് റൈസിംഗ് വെഡ്ജ് പാറ്റേണിനെ പറ്റിയിട്ടാണ്. റൈസിംഗ് വെഡ്ജ് പാറ്റേൺ രണ്ട് രീതിയിലാണ് നമുക്ക് കൺഫർമേഷൻ തരുന്നത്. അതായത് നമ്മളൊരു ഡൗൺ ട്രെൻഡിലാണ് ഈ ഒരു റൈസിംഗ് വെഡ്ജ് പാറ്റേൺ കാണുന്നതെങ്കിൽ ആ നിലവിലുള്ള ഡൗൺ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുന്നതാണ് ആ ഒരു ട്രെൻഡ് കൊണ്ട് നമുക്ക് സൂചന നൽകുന്നത്. അതുപോലെ തന്നെ നിങ്ങളൊരു അപ് ട്രെൻഡിലാണ് ഈ ഒരു റൈസിംഗ് വെഡ്ജ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒരു ട്രെൻഡ് റിവേഴ്സലായിട്ടാണ് കാണാൻ കഴിയുന്നത്. ഈ രണ്ട് രീതിയിലാണ് ഈ ഒരു പാറ്റേൺ കോമൺലി വർക്കാവുന്നത്. ഇപ്പോൾ നമുക്ക് ബി ടി സിയുടെ ചാർട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബി ടി സിയിൽ ഈ ഒരു റൈസിംഗ് വെഡ്ജ് പാറ്റേൺ നമുക്ക് ഫോം ചെയ്തതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ എൻട്രി എക്സിറ്റ് എങ്ങനെയാണ്, ടാർഗറ്റ് എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നോർമലി ഈ ഒരു ട്രെൻഡ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹയർ ഹൈ 3 ടൈംസ് ഹയർ ഹൈ ക്രിയേറ്റ് ആവുന്നു. അതിൽ ഓരോ ടൈമും ഹയർ ഹൈ ക്രിയേറ്റ് ആകുമ്പോൾ അതിൻ്റെ സ്ട്രെങ്ത്ത് കുറഞ്ഞു വരുന്നു. അതായത് ആദ്യത്തേനേക്കാൾ കുറഞ്ഞ് സ്ട്രെങ്ത്ത് വരുന്നു. നെക്സ്റ്റ് മൂന്നാമത് സ്ട്രെങ്ത്ത് കുറഞ്ഞു വരുന്നു. അതായത് ബയേഴ്സിൻ്റെ സ്ട്രെങ്ത്ത് വളരെ നല്ല രീതിയിൽ കുറഞ്ഞു വരുന്നത് നമ്മളിതിൽ കാണാനായിട്ട് പറ്റും. സോ അങ്ങനെയാണ് ഇതിൻ്റെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഇവിടെ നമുക്ക് അതിൻ്റെ റെസിസ്റ്റൻസ് ഭാഗങ്ങളെ ഒരു പോർഷനെ ട്രെൻഡ് ലൈൻ വെച്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്, സപ്പോർട്ടുകളെയും ട്രെൻഡ് ലൈൻ വെച്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാറ്റേൺ വന്നു കഴിഞ്ഞാൽ നമുക്ക് എൻട്രി എന്ന് പറയുന്നത് ഇതിൻ്റെ സപ്പോർട്ട് ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തൊരു ക്യാൻഡിൽ കൺഫർമേഷൻ, നല്ലൊരു ബുള്ളിഷോട് കൂടി ഒരു ക്യാൻഡിൽ കൺഫർമേഷൻ കിട്ടിയാൽ നമുക്ക് ആ ഒരു പോർഷനിലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, എൻട്രി എടുക്കാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഇതിൻ്റെ ടാർഗറ്റ് ഏരിയ എന്ന് പറയുന്നത് നമ്മളുടെ ഈ ഒരു റെസിസ്റ്റൻസ് ട്രെൻഡ് ലൈനിൻ്റെ ഇവിടെ മുതൽ ഈ ഒരു സപ്പോർട്ട് ട്രെൻഡ് ലൈൻ വരെയുള്ള ഈ ഒരു പോർഷനാണ് നമുക്കിതിൻ്റെ ടാർഗറ്റായിട്ട് വെക്കാൻ പറ്റുന്നത്. അത് ഈ ഒരു റെസിസ്റ്റൻസ് നമ്മുടെ റെസിസ്റ്റൻസ് ട്രെൻഡ് ലൈൻ ഇപ്പോൾ സപ്പോർട്ട് ബ്രേക്ക് ആയല്ലോ, അപ്പോൾ അത് പിന്നീട് റെസിസ്റ്റൻസ് ആയിട്ട് മാറും. ആ റെസിസ്റ്റൻസ് ട്രെൻഡ് ലൈൻ മുതൽ ഉള്ള ഏരിയ ആണ് നമുക്ക് കണക്ക് വെക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഇപ്പോൾ 20,000 ആ ഒരു പ്രൈസ് റേഞ്ചിൽ 20,873 ടാർഗറ്റ് വന്നിട്ടുള്ളത്. ആ ഒരു ഏരിയയിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, എൻട്രി എടുക്കുന്നു. അതിനുശേഷം ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മേജർ റെസിസ്റ്റൻസ് ആയിട്ടുള്ള ഈ ഒരു ഏരിയയ്ക്ക് മുകളിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ നമ്മൾ എൻട്രി കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ എൻട്രി എടുക്കുന്നു, സ്റ്റോപ്പ് ലോസ് ഇവിടെ വെക്കുന്നു, ടാർഗറ്റ് ഏരിയ ആയിട്ട് ഈ ഒരു ഏരിയ സെറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു പാറ്റേൺ നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ രീതിയിലുള്ളൊരു മൂവ്മെൻറ്റാണ് ഇതിൽ കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഓപ്പോസിറ്റ് ആയിട്ടുള്ളൊരു പാറ്റേൺ ഉണ്ട്, ഫോളിംഗ് വെഡ്ജ് പാറ്റേൺ എന്നുള്ളതാണ്. അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു പാറ്റേൺ നിങ്ങൾക്ക് ഫൗണ്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻട്രി എടുക്കേണ്ടത് ഈ രീതിയിലാണ്. രണ്ട് രീതിയിലാണ് ഈ പാറ്റേൺ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റുന്നത്. ഒന്ന് നിലവിൽ ഒരു അപ് ട്രെൻഡിലാണ്, നിങ്ങൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇത് നമ്മളൊരു ഡൗൺ ട്രെൻഡിലാണ് ഇത് കണ്ടത്. നമ്മളിതൊരു അപ് ട്രെൻഡിലാണെന്നുണ്ടെങ്കിൽ ആ ഒരു അപ് ട്രെൻഡിനെ റിവേഴ്സ് ചെയ്തുകൊണ്ട് ഒരു ഡൗൺ ട്രെൻഡിലേക്ക് മാർക്കറ്റ് പോകാനുള്ള പോസിബിലിറ്റിനെ പറ്റി സൂചിപ്പിക്കുന്നു. അതല്ല നിങ്ങളൊരു ഡൗൺ ട്രെൻഡിലാണ് നിങ്ങൾ ഈ ഒരു പാറ്റേൺ കാണുന്നതെങ്കിൽ ആ നിലവിലുള്ള ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യാൻ, ആ ട്രെൻഡ് തന്നെ താഴേക്ക് കണ്ടിന്യൂ ചെയ്യാനുള്ള കാര്യങ്ങളെയാണ് ഈ ഒരു ട്രെൻഡ് നമുക്ക് സൂചിപ്പിക്കുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, സ്റ്റോപ്പ് ലോസ് ഈ ഒരു ട്രെൻഡ് ലൈന് മുകളിൽ, എൻട്രി എന്ന് പറയുന്നത് നമ്മുടെ സപ്പോർട്ടായിട്ടുള്ള ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് നല്ലൊരു ബുള്ളിഷോട് കൂടി ഒരു കൺഫർമേഷൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മളവിടെ എൻട്രി എടുക്കുന്നു. ടാർഗറ്റായിട്ട് വെക്കേണ്ട ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു റെസിസ്റ്റൻസ് ട്രെൻഡ് ലൈൻ, അതായത് ഈ ഒരു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഏരിയാസും നമ്മുടെ സപ്പോർട്ടായിട്ടുള്ള ഏരിയാസിനെയും ബന്ധിപ്പിച്ചിരിക്കുന്ന ഈ ഒരു ഏരിയയിൽ നിന്നും ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയയിൽ നിന്നും ഈ ഒരു സപ്പോർട്ട് ഏരിയ വരെയുള്ള ദൂരമാണ് നമ്മൾ ടാർഗറ്റായിട്ട് സെറ്റ് ചെയ്യേണ്ടത്. ഇതിൽ നിങ്ങൾക്ക് വലിയൊരു പാറ്റേണിലാണല്ലോ നിങ്ങൾ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ടാർഗറ്റായിട്ട് ഓരോ സപ്പോർട്ട് ഏരിയാസിലും വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങളുടെ ടോട്ടൽ പ്രോഫിറ്റിൽ നിന്ന് എക്സിറ്റ് ആവാനായിട്ട് പറ്റും. ഉദാഹരണം, നിങ്ങൾ ഇവിടെ ഒരു ടാർഗറ്റ് വെച്ചു, നെക്സ്റ്റ് അടുത്ത സപ്പോർട്ടിൽ ഒരു ടാർഗറ്റ് വെച്ചു, അതിനുശേഷം അടുത്ത സപ്പോർട്ടിൽ ഒരു ടാർഗറ്റ്, അതിനുശേഷം നെക്സ്റ്റ് സപ്പോർട്ടിലേക്ക് ഒരു ടാർഗറ്റ്. ആ രീതിയിലും നമുക്കിതിൽ എൻട്രി എടുക്കാനായിട്ട് പറ്റും. നോർമലി നമ്മൾ ഈ ഒരു പാറ്റേൺ കണ്ടു കഴിഞ്ഞ ടാർഗറ്റായിട്ട് സെറ്റ് ചെയ്യുന്നത് ഈ ഒരു ഏരിയ ആണ്. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഫോളിംഗ് വെഡ്ജ് പാറ്റേണിൻ്റെ ഡീറ്റെയിലുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.